Hello everyone. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ്റെ 2023 നടന്നിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. വരുന്ന ജൂണിൽ നമുക്ക് എക്സാം തുടങ്ങാറായി. അപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എ സെക്ഷനിലുള്ളത്. അതിൽ ഡിഫൈൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. Then decision theory എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. Then limitations of the quantitative techniques. എക്സ്പെൻസീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇഗ്നോർ ചെയ്യുന്നു, കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്, അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അത് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാതെ എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതുക കേട്ടോ. ദെൻ വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഇവന്റ്? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇവന്റ് നടക്കുമ്പോൾ അത് രണ്ടും തുല്യമായി സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈക്വലി ലൈക്ലി ഇവന്റ് എന്ന് പറയാം. ദെൻ വാട്ട് യു മെൻ ബൈ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിമ്പിൾ കോറിലേഷൻ? 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷന് പഠിക്കുന്നതാണ് സിമ്പിൾ കോറിലേഷൻ. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള അത് റാങ്ക് ഫോമിലാണെങ്കിൽ അത് തമ്മിലുള്ള റിലേഷന് പഠിക്കുന്നതാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 കേസ് എഴുതി വയ്ക്കുക. ഒന്ന്, നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആവുന്ന സാഹചര്യത്തിലും, പിന്നെ പിയും ക്യൂവും ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്ന സമയത്ത് ബൈനോമിയൽ എന്തായിട്ട് മാറുന്നു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലൈൻ ഓഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ലൈൻ ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ അതിന്റെ ഔട്ട്കം നമുക്ക് മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്യാൻ പ്രവചിക്കാൻ പറ്റുന്നില്ല വെച്ചാൽ അതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്പെരിമെന്റ് എന്ന് പറയാം. അറിയില്ല എന്ന് വെച്ചാൽ എ ബാഗ് കണ്ടെയ്ൻസ് 500 balls ഔട്ട് ഓഫ് വിച്ച് 40 ഡിഫക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ഡിഫക്റ്റീവ് അല്ലാത്ത ബോൾട്ടുകൾ 40 ഡിഫക്റ്റീവ് ആണ് 500 അപ്പൊ ബാക്കി ഡിഫക്റ്റീവ് അല്ലാത്തതിന്റെ കേസ് എത്രയുണ്ടാവും? കേസ് 460/500 ആയിരിക്കും. ദെൻ ബേയസ് തിയറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേയസ് തിയറം എന്ന് പറയുന്നത്. ഒരു ഇവന്റ് സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാനാണ് ബേയസ് തിയറി ഉപയോഗിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് B1 given A is equal to probability of B1 into probability of A given B1 A given B1 divided by probability of B1 into probability of A given B1 plus അങ്ങനെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് എക്സ്പ്ലെയിൻഡ് വേരിയൻസ് ടു ദ ടോട്ടൽ വേരിയൻസ്. ദെൻ എന്താണ് നോഡ്, ബ്രാഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. It is the point where the decision maker must select one course of action. ഒന്നിലധികം സെവറൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത്. ദെൻ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഫ്രം എ ഡിസിഷൻ നോഡ്, നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ലൈൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഡിസിഷൻ ട്രീ? ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ പ്രോസസ്സിന്റെ ഗ്രാഫിക്കൽ മോഡലിനെയാണ് എന്ത് പറയുന്നത്? ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അതിൽ നോട്ട്സ്, ബ്രാഞ്ചസ്, പ്രോബബിലിറ്റി, എസ്റ്റിമേറ്റ്സ്, പേ ഓഫ് എന്നിവയൊക്കെ അടങ്ങിയിരിക്കും. ഇനി കൊസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് എന്ത്? കൊസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ളത് പാർട്ട് ബിയിലാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതിന് പ്രൊഡക്ഷൻ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രൊക്യൂർമെന്റ് ലെവലില്, ദെൻ മാർക്കറ്റിങ്ങിന്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, HRM, ഫൈനാൻസ്, ഇങ്ങനെ എല്ലാ ഏരിയാസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ആ ഭാഗത്തുനിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് വരും. ദെൻ ഔട്ട് ഓഫ് നമ്പേഴ്സ് 1 to 150, 1 മുതൽ 150 വരെയുള്ള സംഖ്യകളിൽ one number is selected at random. What is the probability that it is divisible by 3 or 4? അപ്പൊ 1 മുതൽ 150 വരെയുള്ള സംഖ്യകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സംഖ്യ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ 3 കൊണ്ട് അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈസിബിൾ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കാം? 3 കൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിട്ട് എടുക്കുക. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1 മുതൽ 150 വരെയുള്ള സംഖ്യകളിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് 5 5 5 അങ്ങനെ ഇട്ടിട്ട് 5ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 50 സംഖ്യകൾ ഉണ്ടായിരിക്കും 5 കൊണ്ട്. ദെൻ 5 കൊണ്ടല്ല 3 കൊണ്ട്. ദെൻ ബി ആണെങ്കിൽ 30 സംഖ്യകൾ ഉണ്ടായിരിക്കും. ദെൻ 2 കൊണ്ട് കോമൺ ആയിട്ട് പറ്റുന്ന 10 സംഖ്യകളുണ്ട്. അത് ഇതിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ 50 + 30 80 10 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 70. മനസ്സിലാവുന്നുണ്ടോ? 70/150 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. 70/150 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനൊറ്റ സിംഗിൾ പാരാമീറ്റർ ഉള്ളൂ. അതിന്റെ പേരാണ് എം എന്ന് പറയുന്നത്. അതിന്റെ മീന് വാരിയൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു എം ആയിരിക്കും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി ആണ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അഡീഷണൽ റൂള് 2 എണ്ണം ഉണ്ട്. ഒന്ന്, 2 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ നേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ നേച്ചർ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അതൊരു സയൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് നേച്ചറാണ്, അതൊരു ആർട്ടാണ്, മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്, കമ്പാരറ്റീവ് ആണ്, ഇൻഡക്റ്റീവ് ഇൻ നേച്ചറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുക. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ജോമെട്രിക് മീൻ ബിറ്റ്വീൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആയിരിക്കും. ദെൻ അടുത്തത്, വൺ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ദെൻ അതർ റിഗ്രഷൻ കോഎഫിഷ്യന്റ് മസ്റ്റ് ബി ലെസ്സർ ദാൻ യൂണിറ്റി. അടുത്തത്, അരിത്തമെറ്റിക് മീൻ ഓഫ് ദി റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ദെൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഒറിജിൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള, കമ്പനി നോസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് ദാറ്റ് 3% ഓഫ് ദി ബൾബ് മാനുഫാക്ചേർഡ്. അതായത് മുൻകാല അനുഭവം അനുസരിച്ചിട്ട് അവരുണ്ടാക്കുന്ന 3% ബൾബുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡിഫക്റ്റീവ് ആവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 100 സാമ്പിൾസ് ബൾബുകളുടെ 100 സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എന്ന് പറഞ്ഞാൽ എൻ പി ആണെന്ന് നമുക്കറിയാം. അത് എവിടെ പഠിച്ചിട്ടുണ്ട്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട് എൻ പിയെ കുറിച്ച്. ആ എൻ പി തന്നെയാണ് ഇവിടെ എം എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഇ റൈസ് ടു
പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സീറോ ഡിഫക്റ്റീവ്, അതായത് മൊത്തം 100 ബൾബ് എടുത്താൽ അതിൽ ഡിഫക്റ്റീവ് അല്ലാത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം പവർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. മൈനസ് എം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു -3. -3 എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്, എൻ ഇൻറ്റു പി ആണ്. അപ്പൊ 100 എത്ര പെർസെന്റ് ആണ്? 3% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.03 ആണ്. അപ്പോൾ 100 ഇൻറ്റു 0.03 എന്ന് പറഞ്ഞാൽ 3. ഇത് ഇവിടെ കൊടുത്തു ഇ റേസ് ടു -3, അതാണ് ഇവിടെ -3. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ സീറോ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ എം പവർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3 ഇൻറ്റു ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, -3 ഇൻറ്റു -3 പവർ 0 ഡിവൈഡഡ് ബൈ എക്സ് 0 ഫാക്ടോറിയൽ. ലാസ്റ്റ് ആൻസർ വരുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു -3 എന്നാണ് വരിക. ഇ റേസ് ടു -3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.04979. ഇതാണ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് ദ സ്റ്റെപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് LPP. LPP എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ മോഡൽ ടെക്നിക്കാണ് ഫോർ ദി അലോക്കേഷൻ ഓഫ് ദി സ്കേഴ്സ് റിസോഴ്സസ്. For the allocation of the scarce resources, to several competing activities on the basis of given criteria of optimality. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ടെക്നിക്കാണ്. നമ്മൾ എടുത്തുള്ള കുറഞ്ഞ വിഭവങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം എന്നതിന് സഹായിക്കുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് ഡിസിഷൻ വാരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യണം, ദെൻ കൺസ്ട്രെയിൻസ് ഐഡന്റിഫൈ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സുകളാണ് അതിലുള്ളത്. അടുത്ത പാർട്ട് സിയിൽ വരുന്നത് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത്യാവശ്യം ഡിസിഷൻ തിയറി എന്നുള്ള ചാപ്റ്റർ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ഭാഗങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഏരിയയും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഇപ്പോൾ വന്ന എക്സാമുകളൊക്കെ, ഇപ്പോൾ നടന്നു പോയ സെമിസ്റ്റർ എക്സാമുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് സെം ആയിക്കോട്ടെ, അപ്പോൾ കഴിഞ്ഞു പോയ എക്സാമുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ എല്ലാ ഏരിയയും നിരത്തി ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ഹൈറ്റ് ഓഫ് ഫാദർ ആൻഡ് ഹൈറ്റ് ഓഫ് ദി സൺ. നമ്മൾ ഹൈറ്റ് ഓഫ് ദി ഫാദർ എന്ന് പറയുന്നത് എക്സ് ആയിട്ടും ഹൈറ്റ് ഓഫ് ദ സൺ എന്നുള്ളത് വൈ ആയിട്ടും എടുക്കുന്നു. ദെൻ എന്താ കാണേണ്ടത്, കോറിലേഷൻ കാണുന്നു. കോറിലേഷൻ എക്സ് ഉണ്ട്, എക്സ് കോളം കൊടുത്തു. ദെൻ എക്സ് ബാർ കണ്ടു, എക്സിൽ നിന്ന് ഓരോ എക്സ് ബാറും കുറച്ചു. എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ് 1344. എക്സ് കോളം ടോട്ടൽ ചെയ്തത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് 8 ആണ്. സോ 168 വരും. വൈ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ബൈ എൻ ആണ്, 1352 ആണ്. വൈ കോളത്തിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം ഇത് 169. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ എക്സ് കോളത്തിൽ നിന്ന് എക്സ് ബാർ കുറച്ചിട്ടിട്ടുണ്ട്, ഓരോ വൈ കോളത്തിൽ നിന്ന് വൈ ബാറും കുറച്ചിട്ടു. ദെൻ അതിന്റെ എക്സ് സ്ക്വയറും കണ്ടു, അതിന്റെ വൈ സ്ക്വയറും കണ്ടു, കൂടാതെ കണ്ടെത്തിയ സ്മോൾ എക്സും സ്മോൾ വൈയും കൂടി ഇൻറ്റു ചെയ്തു, എക്സ് വൈ കോളം കണ്ടു. ഇതിൻ്റെയൊക്കെ ടോട്ടൽ കണ്ടെത്തുക. ഓക്കെ, ഇനി അതിനുശേഷം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ആർ ഈസ് ഈക്വൽ ടു, അതായത് കോറിലേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.603 എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2 coins are tossed. What is the probability of getting 2 head given that at least 1 coin shows a head? അപ്പോൾ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് ഡിഫറെന്റ് ഔട്ട്കംസ്. 2 കോയിൻസ് ആകുമ്പോൾ ഹെഡ് വരാം, പിന്നെ ഹെഡും ടൈലും വരാം, ടൈലും ഹെഡ് വരാം, ടൈലും വരാം അല്ലേ. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള ഓപ്ഷൻസ് ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഹെഡായിട്ട് വരാനുള്ള ചാൻസ് എത്രയാണ്? ബോത്ത് ഹെഡ് വരാനുള്ള ചാൻസ് എത്രയാണ്?
1/4 അല്ലേ? 1/4 അല്ല, ബോത്ത് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ടൈല് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കോയിൻ ഷോ എ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 ആണ്. 3/4 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 3/4 കാരണം ഏതൊക്കെയാ വരിക? ഹെഡ് 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 ടൈല് ടൈല് ഹെഡ്. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത്, എ പേഴ്സൺ വാണ്ട്സ് ടു ഇൻവെസ്റ്റ് up to an amount of ₹50,000 in fixed income securities. His broker recommends investing in two bonds, bond A yielding 8% and bond B yielding 12%. After some consideration, he decided to invest at most ₹25,000 in bond B and at least 18,000 in bond. The bond A ആണ് and 18,000 in bond B. He also wants to invest in bond A to be at least equal to the amount invested in bond B. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ബിയിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ട്. Then what should be the broker recommend if the investor want to maximize his return on investment? അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ബ്രോക്കർ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും മാക്സിമം റിട്ടേൺ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതിനൊരു ലീനിയർ പ്രോഗ്രാമിംഗ് ഇക്വേഷൻ താവാണ്. നമ്മൾ എക്സിൽ ഇൻവെസ്റ്റ്, അതായത് ബോണ്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് X1 എന്നും ബോണ്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് X2 എന്നായിട്ട് കൊടുക്കുക. ബോണ്ട് എയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര പെർസെൻറ്റ് കിട്ടും? 8% ആണ്. മറ്റേൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 12%. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കും. സെറ്റ് ഈസ് ഈക്വൽ ടു 8% എന്നുള്ളത് 0.08 X1 പ്ലസ് 0.12 X2 എന്നാവും. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X1ഉം X2 മാക്സിമം ഈൽഡിങ് എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? 50,000 ആണ് ഇത്. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ അത് ഈക്വൽ ടു 50,000 വരെ. ഇനി X2ൽ നമുക്ക് എത്രയാണ്? 25,000 വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. X1ലാണെങ്കിൽ നമ്മൾ എത്ര വരുന്നത്? 18,000 ഇതാവാനും പാടില്ല. ഇങ്ങനെ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുക. പിന്നെ X1 ആൻഡ് X2 എന്ന് പറയുന്നത് 0 ആൻഡ് 0നേക്കാളും കൂടുതൽ ആയിരിക്കും. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എസ്സേ ടൈപ്പ് ചോദിച്ചിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് ആണ്. കണ്ടിന്യൂസ് കർവ് ആണ്, ബെൽ ഷേപ്പ്ഡ് ആണ്, സിമെട്രിക് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതി വയ്ക്കുക. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും പ്രോപ്പർട്ടീസും കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.